സംസ്ഥാന സർക്കാർ കൊണ്ടുവന്ന ലോകായുക്ത നിയമ ഭേദഗതി ഹൈക്കോടതി ശരിവെച്ചു. മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല നൽകിയ ഹർജി ഹൈക്കോടതി തള്ളിയിരിക്കുന്നു. 90 ദിവസത്തിനകം തീരുമാനമെടുത്തില്ലെങ്കിൽ ഉത്തരവ് അംഗീകരിച്ചതായി കണക്കാക്കാം. ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൽ നിന്നാണ് തീരുമാനം. അഴിമതിക്കെതിരെയുള്ള പോരാട്ടങ്ങൾക്ക് ശക്തി പകരാൻ കൊണ്ടുവന്ന ലോകായുക്ത നിയമ ഭേദഗതി നിഷ്ക്രിയമാക്കുമെന്നായിരുന്നു എതിർഭാഗത്തിന്റെ വാദം. നിയമസഭ പാസാക്കിയ ലോകായുക്ത നിയമ ഭേദഗതി ബില്ലിന് രാഷ്ട്രപതി അംഗീകാരം നൽകിയിരുന്നു. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് നവമി ദിനേശ് ചേരുന്നുണ്ട്. നവമി, നേരത്തെ ഈ രമേശ് ചെന്നിത്തല നൽകിയ ഹർജിയിൽ ചൂണ്ടിക്കാണിച്ച കാര്യം ഈ അഴിമതിക്കെതിരെ, പ്രത്യേകിച്ചും ലോകായുക്ത നിയമം തന്നെ, അതായത് അഴിമതിക്കെതിരായുള്ള ഈ പോരാട്ടങ്ങൾക്ക് ശക്തി പകരുന്നതായിരുന്നു. പക്ഷേ അതിനിടെ സർക്കാർ ചില നിയമ ഭേദഗതികൾ കൊണ്ടുവരുന്നു, രാഷ്ട്രപതി അത് അംഗീകരിക്കുന്നു. അതിനിടെയാണ് രമേശ് ചെന്നിത്തല ഹർജിയുമായി ഹൈക്കോടതിയെ സമീപിച്ചത്. സർക്കാരിനെ സംബന്ധിച്ച് ആശ്വാസകരമല്ലേ ഈ കോടതിയുടെ വിധി? മാത്രമല്ല, നമുക്കറിയാം ഇതിനു മുൻപ് മുഖ്യമന്ത്രിക്കെതിരെ ആരോപണം ഉയർന്നു വന്നപ്പോൾ മുൻമന്ത്രി കെ ടി ജലീലിനെതിരായിട്ടുള്ള കേസും പ്രശ്നങ്ങളുണ്ടായപ്പോഴൊക്കെ ഈ ലോകായുക്ത നിയമം അത് വലിയ പ്രതിസന്ധി സൃഷ്ടിച്ചതാണ് സർക്കാരിനെ സംബന്ധിച്ച്. ഇതിപ്പോൾ ലോകായുക്തയ്ക്ക് കൂച്ചുവിലങ്ങിടുന്ന, ലോകായുക്തയുടെ പ്രസക്തി തന്നെ നഷ്ടപ്പെടുന്ന രീതിയിലുള്ളൊരു നിയമ ഭേദഗതിയാണ് കൊണ്ടുവന്നത്. അതിപ്പോൾ ഹൈക്കോടതിയും ശരിവച്ചിരിക്കുന്നു, അല്ലേ? അതെ ടോം, ഇനി ലോകായുക്തയ്ക്ക് ഒരു ഉപദേശകന്റെ റോള് മാത്രം, അല്ലെങ്കിൽ ഒരു ഉപദേഷ്ടാവ് എന്ന നിലയിൽ മാത്രമായിരിക്കും പ്രവർത്തിക്കാൻ കഴിയുക. ലോകായുക്ത പുറപ്പെടുവിക്കുന്ന ഉത്തരവ് അത് സംസ്ഥാന സർക്കാരിന് തള്ളുവാനോ കൊള്ളുവാനുമുള്ള ഒരു സ്വാതന്ത്ര്യമാണ് ഇപ്പോൾ ഹൈക്കോടതിയുടെ ഈ ഉത്തരവോടുകൂടി വന്നിരിക്കുന്നത്. സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച് വലിയ ആശ്വാസകരമായിട്ടുള്ള കാര്യമാണ്. പക്ഷേ രമേശ് ചെന്നിത്തല അടക്കമുള്ളവരായിരുന്നു ഈ ലോകായുക്തയുടെ ഭേദഗതി വരുത്തുന്നതിന് എതിരെ ഹൈക്കോടതിയെ സമീപിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അവർക്ക് തിരിച്ചടി തന്നെയാണ് ഹൈക്കോടതിയുടെ ഈ ഉത്തരവ് എന്ന് പറയാൻ സാധിക്കും. ഈ പൊതുപ്രവർത്തകരുടെ അഴിമതി ചോദ്യം ചെയ്യുന്നതായിരുന്നു ലോകായുക്ത. അത്തരത്തിലുള്ള ഹർജികൾ ലോകായുക്തയ്ക്ക് മുന്നിലൊക്കെ വരുമ്പോൾ അതിലൊരു അന്തിമ ഒരു വിധി പുറപ്പെടുവിക്കും. അത് സ്വാഭാവികമായും പൊതുപ്രവർത്തകർ അനുസരിക്കണം. ആ നിലയിലായിരുന്നു പൊയ്ക്കൊണ്ടിരുന്നത്. ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് അത് കെ ടി ജലീലിനെതിരായിട്ടായിരുന്നു ലോകായുക്തയുടെ കണ്ടെത്തൽ. ഈ ബന്ധു നിയമനവുമായി ബന്ധപ്പെട്ട് പിന്നീട് കെ ടി ജലീൽ രാജിവെക്കുന്ന സാഹചര്യം ഉണ്ടാവുകയും ചെയ്തിരുന്നു. പിന്നീട് രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്തേക്ക് വരുമ്പോൾ ഈ ദുരിതാശ്വാസ ഫണ്ട് വിനിയോഗവുമായി ബന്ധപ്പെട്ട് ചില ചോദ്യങ്ങൾ മുഖ്യമന്ത്രിക്കെതിരെ ഉയരുകയും അതിന് മുഖ്യമന്ത്രിക്ക് എതിരായി അതിന് പലതരത്തിലുള്ള വിധികളും വന്നിരുന്നു. അനുകൂലമായും പ്രതികൂലമായിട്ടൊക്കെ വിധികൾ വന്നിരുന്നു. അതിനെ തുടർന്നാണ് സർക്കാർ ഈ ലോകായുക്തയുടെ ഈ ഉത്തരവ് അതിന് വേണ്ട രീതിയിലുള്ള പ്രാധാന്യം കൊടുക്കേണ്ട, അല്ലെങ്കിൽ അതിന്റെ ഒരു ഭേദഗതി വരുത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഗവർണർക്കടക്കം കത്ത് നൽകുകയും അന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ അതിനെ ഒപ്പിടുകയും ചെയ്തു. പിന്നീട് രാഷ്ട്രപതി അടക്കം അതിൽ അംഗീകരിക്കുകയും ചെയ്തു. പിന്നീടാണ് ഇതിനെ തുടർന്നാണ് രമേശ് ചെന്നിത്തല അടക്കമുള്ളവർ ചോദിക്കുന്നത്, അല്ലെങ്കിൽ പ്രതിപക്ഷം ചോദിക്കുന്നത്, അതെങ്ങനെയാണ് സംസ്ഥാന സർക്കാരിലെ മന്ത്രിമാർക്കോ അല്ലെങ്കിൽ MLA-മാരോ ഏതെങ്കിലും തരത്തിലുള്ള അഴിമതി കാണിച്ചു കഴിഞ്ഞാൽ അതെങ്ങനെയാണ് മുഖ്യമന്ത്രിക്കോ അല്ലെങ്കിൽ നിയമസഭയിലെ നിലവിലെ ഭരണപക്ഷത്തിന് തന്നെ അതിലൊരു തീരുമാനമെടുക്കാൻ കഴിയുന്നത്? അതൊരു കൃത്യമായിട്ടുള്ള തീരുമാനമെടുപ്പ് അതന്നെ ആയിരിക്കുമോ? അവരെ സംരക്ഷിക്കുന്ന രീതിയിലുള്ളൊരു നിലപാടായിരിക്കില്ലേ അവരെടുക്കുന്നത് എന്നൊരു ചോദ്യം ഉന്നയിച്ചുകൊണ്ടായിരുന്നു രമേശ് ചെന്നിത്തല ഹൈക്കോടതിയെ സമീപിച്ചത്. പക്ഷേ അതിൽ ഈ ഭേദഗതി വരുത്തുവാൻ ഹൈക്കോടതിയും ശരിവെച്ചിട്ടുണ്ട്. എന്തായാലും അതിൽ എന്തൊക്കെയാണ് ഭേദഗതിയിൽ എന്തൊക്കെയാണ് പ്രധാനമായും പറയുന്നതിന്റെ ഉത്തരവ് വരാൻ കാത്തിരിക്കുകയാണ്. ഹൈക്കോടതി ഉത്തരവ് വന്നതിന് ശേഷം നമുക്കതിൽ ചില വ്യക്തത കൈവരികയും ചെയ്യും. നേരത്തെ സംസ്ഥാന സർക്കാർ ഇതിലെ വരുത്തിയ ഭേദഗതിയിൽ മുഖ്യമന്ത്രിക്കെതിരെ ഏതെങ്കിലും തരത്തിലുള്ള ആരോപണം ഉന്നയിച്ചു കഴിഞ്ഞാൽ അത് നിയമസഭയിൽ ചോദ്യം ചെയ്യാം. മന്ത്രിമാർക്കെതിരെയാണെങ്കിൽ അത് മുഖ്യമന്ത്രിക്ക് ചോദ്യം ചെയ്യാം. MLA-മാർക്കെതിരെയാണെങ്കിൽ അത് സ്പീക്കർക്ക് ചോദ്യം ചെയ്യാം. ആ തരത്തിലായിരുന്നു ഭേദഗതി വരുത്തിയിരുന്നത്. ഇതിനെതിരെയായിരുന്നു രമേശ് ചെന്നിത്തല അടക്കമുള്ളവർ ഹൈക്കോടതിയെ സമീപിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. എന്തായാലും നിരവധി വാദപ്രതിവാദങ്ങൾക്കൊടുവിലാണ് ഈ സംസ്ഥാന സർക്കാരിന്റെ ഈ ഭേദഗതി അംഗീകരിച്ചുകൊണ്ടുള്ള ഹൈക്കോടതിയുടെ ഉത്തരവ് വന്നിരിക്കുന്നത്. നവമി, എന്തായാലും ഈ ഹൈക്കോടതി ഉത്തരവിൻ്റെ പൂർണ്ണമായിട്ടുള്ള വിശദാംശങ്ങൾ പുറത്തു വന്നിട്ടില്ല. രമേശ് ചെന്നിത്തലയുടെ അതോടൊപ്പം പ്രതിപക്ഷത്തിൻ്റെയും ഒക്കെ നിലപാട് അറിയേണ്ടതുണ്ട്. ഇത് ഈ അഴിമതി തടയാൻ വേണ്ടി, അതായത് നമ്മുടെ നിയമസഭാ സാമാജികർക്കിടയിലുള്ള അഴിമതി, അല്ലെങ്കിൽ പൊതുപ്രവർത്തകർക്കിടയിലുള്ള അഴിമതി തടയാൻ വേണ്ടി കൊണ്ടുവന്ന ഒരു നിയമമായിരുന്നു. ഇപ്പോൾ അതിന് പൂർണ്ണമായി അല്ലെങ്കിൽ ഒരു ഭാഗികമായി പോലും പ്രസക്തി നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. നേരത്തെ നവമി സൂചിപ്പിച്ചതുപോലെ മന്ത്രിമാർക്കെതിരായിട്ടുള്ള വിധി മുഖ്യമന്ത്രിക്കെതിരായിട്ടുള്ള വിധി നിയമസഭയ്ക്കും പുനഃപരിശോധിക്കാൻ കഴിയുമെന്ന തരത്തിൽ പുതിയ ഭേദഗതിയായിരുന്നു
സർക്കാർ കൊണ്ടുവന്നത്. അത് നിയമസഭ പാസ്സാക്കുകയും ചെയ്തു, രാഷ്ട്രപതി അംഗീകരിക്കുകയും ചെയ്തു. ഈ ഒരു സാഹചര്യത്തിൽ എങ്ങനെയാണ് ഈ അഴിമതിക്കെതിരെ ശബ്ദമുയർത്തുന്ന പോരാടുന്ന ഇടതുപക്ഷമാണ് ഈ രീതിയിൽ ഈ ഒരു അഴിമതി തടയാൻ വേണ്ടി കൊണ്ടുവന്നൊരു നിയമത്തിന് ഇടുന്നത്? സ്വാഭാവികമായും പ്രതിപക്ഷത്തിൻ്റെ പ്രതികരണവും ഇനി തുടർ നടപടി, അതായത് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയുടെ തുടർ നീക്കങ്ങളും അറിയേണ്ടതുണ്ടല്ലോ. അദ്ദേഹം മേൽക്കോടതിയെ സമീപിക്കാനുള്ള സാധ്യതയുണ്ടോ? അത്തരം നീക്കങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ടോ? എന്തായാലും നിലവിൽ ടോം, ഈ വിധി വന്നതിന് ശേഷം പ്രതിപക്ഷ നേതാവ് മാധ്യമങ്ങളെ കണ്ടിട്ടില്ല. പ്രതിപക്ഷ നേതാവ് അടക്കം ഇനി മാധ്യമങ്ങളെ കാണാൻ പോകുന്നതേ ഉള്ളൂ. രമേശ് ചെന്നിത്തലയുടെ പ്രതികരണം ലഭ്യമായിട്ടില്ല. എന്തായാലും വരും മണിക്കൂറിൽ അതുമായി ഈ ഭേദഗതിയുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിശദാംശങ്ങൾ അല്ലെങ്കിൽ കൂടുതൽ വിവരങ്ങൾ നമുക്ക് വരും മണിക്കൂറിൽ ലഭ്യമാകും. നിലവിൽ പ്രതിപക്ഷ MLA-മാരും തന്നെ പ്രതിപക്ഷം ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. നമ്മൾ അതിനുവേണ്ടി കാത്തിരിക്കുകയാണ്. സ്വാഭാവികമായും ഇനി തുടർന്ന് മേൽക്കോടതികളെയൊക്കെ സമീപിക്കാനുള്ള ഒരു സാധ്യത തന്നെയാണ് രമേശ് ചെന്നിത്തലയുടെ ഭാഗത്ത് നിന്നും ഉണ്ടാകുന്നത്. കാരണം ഈ പൊതുപ്രവർത്തകർ ഇത്തരത്തിൽ അഴിമതി കാണിച്ചാൽ പിന്നെ ആരാണ് അത് ചോദ്യം ചെയ്യേണ്ടതെന്ന് സ്വാഭാവികമായിട്ടുള്ള ചോദ്യമാണ് രമേശ് ചെന്നിത്തല അടക്കമുള്ളവർ ഉന്നയിക്കുന്നത്. ഇനി അവരുടെ അടുത്ത തുടർ നടപടി എന്താണെന്ന് നമ്മൾ കാത്തിരിക്കേണ്ടി വരും. എന്തായാലും സ്വാഭാവികമായും മേൽക്കോടതി അടക്കം ഇതിൽ സമീപിക്കാനുള്ള ഒരു സാധ്യതയും നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. നിലവിലിപ്പോൾ ഈ ഭേദഗതിയുടെ പൂർണ്ണ രൂപം കൂടി ലഭ്യമാകേണ്ടതുണ്ട്. അതിനുശേഷം തുടർ നടപടികളിലേക്ക് കടക്കാനായിരിക്കും അവരുടെ തീരുമാനം. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇങ്ങനെ പൊതുപ്രവർത്തകർ അഴിമതി കാണിച്ചാൽ പിന്നെ ആരാണ് അവിടെ ചോദ്യം ചെയ്യുന്നത് എന്ന പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ഇതിലെന്തായാലും നമുക്ക് വരും മണിക്കൂറിൽ കാത്തിരിക്കേണ്ടി വരുന്നു. പ്രതിപക്ഷത്തിന്റെ അടക്കം ഇതിൽ മറുപടി വേണം. ഈ ഉത്തരവിന്റെ പൂർണ്ണ രൂപം കൂടി ലഭ്യമായതിനു ശേഷമായിരിക്കും ഇവരുടെ പ്രതികരണം നമ്മൾ പ്രതീക്ഷിക്കുന്നത്. വ്യക്തമാണ്. നവമി ദിനേശാണ് കൊച്ചിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.